ഇന്ന് എന്ത് പറയാനാ വന്നേന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ? ആ, ഇന്ന് പ്രത്യേകിച്ച് ഒരു വിഷയത്തെ കുറിച്ചല്ല. ഒരിക്കലും ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ഇന്നത് പറയണം, ആർത്തവത്തിന്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് പറയണം എന്ന് വിചാരിച്ചിട്ട് ഈ വിഷയം സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നത് ആർത്തവത്തിന്റെ വീഡിയോ ഇട്ടില്ലേ അത്. പക്ഷെ ബാക്കിയുള്ള വീഡിയോസ് എങ്ങനെയാന്ന് വെച്ചാ വന്നിങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും എന്ത് പറയണം എന്നുള്ളത് കേട്ടോ. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പൊ ഒരു എന്തെങ്കിലും ഒന്ന് നാവില് വരും, അപ്പൊ അതങ്ങനെ പറയും, ആ വിഷയത്തെ പറ്റി ഇങ്ങനെ പറയും. അത് ചിലപ്പോ തുടങ്ങിയതായിരിക്കില്ല നമ്മൾ അധിക വീഡിയോസിൽ അവസാനിക്കുന്നുണ്ടാവുക. സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ, എന്ത് ചെയ്താലും ചില ആൾക്കാര് സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അവരിൽ നിന്ന് പോലും തിരിച്ചു കിട്ടിയത് അത്രയും വേദനകളാണ്, എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ആളുകള്, എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൂടുതലുള്ളത്. ഇങ്ങനെ പറയുന്നവരെ കണ്ടിട്ടില്ലേ. പിന്നെ ഭക്തിയിലായാലും എന്താ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും ആള് പക്ക പെർഫെക്റ്റ് ആയിരിക്കേ, പക്ഷെ അവരെപ്പോഴും പറയും എന്നിട്ടോ എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് എന്നും ദുഃഖം തന്നെയാണ്. ഇപ്പൊ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്ന ആളുകൾ പോലും അവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഇല്ലാത്തവര് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. ചെറുതായിട്ടെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് ഒരുവിധം എല്ലാവരുടെ അടുത്തുനിന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ ഇല്ല, എനിക്ക് ഇങ്ങനെ ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോ എങ്കിൽ പോലും നമുക്കത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു 100% അനുഭവിക്കാൻ പറ്റാതായി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് എന്നെ ഉദ്ദേശിച്ചല്ലേ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ, ഇത് എന്നോടാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ വീഡിയോ താഴെ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ആൾക്കാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ എന്ത് ചെയ്തിട്ടും, നമ്മൾ എത്ര പെർഫെക്റ്റ് ആയി നിന്നിട്ടും, എത്ര അങ്ങോട്ടേക്ക് നല്ലോണം ആളുകളോട് പെരുമാറിയിട്ടും, മനസ്സിൽ നല്ലത് മാത്രം ചിന്തിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് എനിക്കൊരു നല്ലൊരു ജീവിതം അല്ല ഹാപ്പിനെസ്, ഇതാണല്ലോ എല്ലാവർക്കും ബേസിക്കലി വേണ്ടത്. ഹാപ്പിനെസ്, സമാധാനം, സന്തോഷം, ഈ രണ്ട് സാധനങ്ങളാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അതാണോ കാരണം എന്നുള്ളത് നിങ്ങൾ സ്വയം ഇരുന്നിട്ട് സത്യമായിട്ടും ഈ വീഡിയോ ഇങ്ങനെ വെറുതെ കേട്ട് പോവാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്താ കാര്യമുള്ളത്, ഇതെങ്ങനെ വർക്കാവും വിചാരിക്കും. പക്ഷെ നിങ്ങൾ ചുമ്മാ എന്തെല്ലാം കാര്യത്തിന് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറയുന്നതിൽ ചെറിയ കാര്യം ഉണ്ടെന്ന് മനസ്സിലാവും. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പോ എത്ര ആൾക്കാരെ സ്നേഹിച്ചിട്ടും ഒന്നും ചെയ്തിട്ടുമല്ല, നമ്മളെ മനസ്സ് കുറേ അഴുക്ക് നിറഞ്ഞ ബാഗുകൾ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് നടക്കുകയാണ്. കുറെ അനാവശ്യമായ സാധനങ്ങള് ഭാണ്ഡക്കെട്ട് പോലെ കുത്തി നിറച്ചിങ്ങനെ എടുക്കാണ്. നമ്മൾ ആൽബങ്ങൾ സൂക്ഷിക്കും, പക്ഷെ ഈ ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? ഇല്ല. ഓർമ്മിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ അത്രയ്ക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ ഓരോ താളുകളായിട്ട് മറിക്കുമ്പോൾ അതിൽ നിങ്ങൾ പോലും മറന്നുപോയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതേപോലെ നിങ്ങളെ മെമ്മറിയിൽ അല്ലെ നിങ്ങളെ ബ്രെയിനില് നിങ്ങളെ മനസ്സില് എവിടെയൊക്കെയോ പലപ്പോഴായിട്ടും നിങ്ങൾ കൊണ്ട് ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരാത്ത കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പറഞ്ഞു വരുന്നത്, നിങ്ങളെ ആരെങ്കിലും ചതിച്ചു, വിശ്വാസവഞ്ചനയാണ് ഏറ്റവും വലിയ ചതി എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചതിച്ചു, അല്ലെ എന്നെ ചതിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കത് ഭയങ്കര സങ്കടമായിരിക്കും അല്ലെ, മനസ്സിൽ നിറയെ വിഷമായിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഉണ്ടായില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു ചതി പറ്റുമ്പം അല്ലെങ്കിൽ ഒരു വേർപാട് വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. അത് നമ്മൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഇതാവും. അപ്പൊ നിങ്ങളോട് ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്നും തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകൾ നന്നായിട്ട് പ്രതികരിക്കും, ഇങ്ങോട്ട് ഒന്ന് തന്നാ രണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ടാവും. പക്ഷെ ചില ആൾക്കാര് കരഞ്ഞോണ്ടിരിക്കും, ആലോചിച്ച് ഇങ്ങനെ കരയും. ചില ആൾക്കാർ എന്താ ചെയ്യാ, രണ്ടെണ്ണം കൊടുത്തിട്ട് അവരവരെ പാട്ടിന് പോകും, ഓർക്കുമ്പോ മാത്രം ചെറിയൊരു സങ്കടം അത്രേ ഉണ്ടാവുള്ളൂ. ചില ആളുകള് മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കും, അതെന്നെ നിരന്തരം ഇങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ജീവിതം തള്ളി നിൽക്കും. ചില ആളുകള് അന്നേരം രണ്ടെണ്ണം കൊടുക്കൂല, പക്ഷെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ പക കൊണ്ട് നടക്കാന്നൊക്കെ പറയില്ലേ. ചില ആളെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഭയങ്കര പകയുള്ള മനുഷ്യനാണ് കേട്ടോന്ന്. അതേപോലെ ഈ പക ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞു ശാപവും താപവും നമ്മൾ സംസാരിച്ച വിഷയമാണ്. അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമായിരുന്നു പക. ഈ പക നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അത് ആരെയാണ് ശരിക്കും എഫക്ട് ചെയ്യാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ എനിക്കൊരാളോട് ഒരു ദേഷ്യം വന്നു, അയാൾ എന്നെ, പക്ഷെ ഇത് ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ.
എന്താന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും എന്നോട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് ആ സമയത്ത് എനിക്ക് സങ്കടമാവുന്നല്ലാണ്ട് പിന്നെ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പലപ്പോഴും എന്നോട് സംഭവം മറന്നു പോകും, അതാണ് കാര്യം. എന്നോട് ഇപ്പം ക്ലാസ് പഠിക്കുമ്പോഴായാലും കോളേജിലാണെങ്കിലും എന്നോട് ആരും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോ ആ സമയത്ത് എന്നല്ലാണ്ട് നാളെ അവര് വന്നിരുമ്പോ എന്നോട് സത്യമായിട്ടും എന്നോട് മറന്നു പോകും. അപ്പൊ ഞാനിങ്ങനെ അല്ലെങ്കിൽ ദീർഘകാലങ്ങളായിട്ട് തമ്മിൽ മിണ്ടാതെ പോയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഒരുപാടുണ്ടാവും. കാരണം സകല കുടുംബങ്ങൾ എടുത്താലും അവിടെ ഏതെങ്കിലും ഒരാളുമായിട്ട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മള് കാലങ്ങളായിട്ട് മിണ്ടുന്നുണ്ടാവില്ല, പക്ഷെ പിന്നെ നമുക്ക് അങ്ങോട്ട് മിണ്ടാൻ പറ്റാണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് അവരെ കാണുമ്പോൾ സത്യമായിട്ട് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. എന്നോട് അങ്ങ് ചിരിച്ചു ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ. പക്ഷെ പിന്നെ ഞാൻ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്തിനാണ് നമ്മളിങ്ങനെ മറന്നു പോയൊരു സംഭവം ആലോചിച്ചെടുത്തിട്ട് പണ്ടങ്ങോ ചെയ്ത അല്ലെ ഇന്നലകളിൽ അല്ലെങ്കിൽ തൊട്ട മുന്നത്തെ നിമിഷത്തിൽ ചെയ്തൊരു കാര്യത്തിനെ കൂട്ടി വലിച്ചിട്ട് ഇപ്പൊ കൊണ്ടിട്ടിട്ട് അതായത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോട്ടേന്നേ, അതെന്റെ പാട്ടിന് പോട്ടെ എന്ന് വെക്കാതെ നമ്മളിങ്ങനെ കോർത്ത് കെട്ടി കൊണ്ടുപോകാന്ന് അറിയില്ലേ. പഴയ പഴയ കാര്യങ്ങൾ, ഇവരെന്നോട് ഇന്നത് ചെയ്തു, ഇവരെന്നോട് ഇന്നത് ചെയ്തു, അതെല്ലാം ഒരു മുത്തുമാല പോലെ കോർത്തിട്ട് ഇവരെ കാണുന്ന സമയത്ത് ഓരോ മുത്തുകളായിട്ട് ഇങ്ങനെ വരും, ടണ്ടൻ അങ്ങനെ വന്നിട്ട് ഇവരോട് പിന്നെ ചിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കും. അവര് പോകുന്ന സമയത്ത് ഭയങ്കര ബ്രീത്തൊക്കെ ആയിരിക്കും. ഇതൊക്കെ ആർക്കാ സംഭവിക്കുന്നേ? നമുക്കല്ലേ? അവർക്കുണ്ടോ? ഇല്ല. അപ്പോ ഇതുപോലെ മനസ്സിൽ പക കൊണ്ട് നടക്കുക. പകയാവണം എന്നില്ല, ചുമ്മാ വെറുതെ ഒരു ദേഷ്യമായാൽ മതി, അല്ലെങ്കിൽ നമുക്കൊരു പിണക്കമായാൽ മതി. എന്ത് സംഭവമാണെങ്കിലും അത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കാണ് അതിന്റെ ദോഷം വരുന്നത്. അത് പറയുന്നത് എന്താ വെച്ചാൽ, എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് എനിക്ക് ഒരേ ഒരു വ്യക്തിയോട് മാത്രമാണ് സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. എങ്ങനെയാ വെച്ചാൽ എനിക്കത് മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. കാരണം ബാക്കി ഇതേ വ്യക്തി നമ്മളോട് മുൻപും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് വിഷയമല്ല കേട്ടോ. അവരങ്ങനെയാണ്, ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ജീവിതത്തിൽ ഓരോ ആൾക്കാരെ സൃഷ്ടിച്ചത് ഓരോ പോലെയല്ലേ, അവരങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എന്റെ നേരെ വരുന്ന സമയത്ത് ഞാനൊരു പ്രതിരോധം എടുക്കുന്നല്ലാതെ അങ്ങോട്ടേക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് മനസ്സിൽ സൂക്ഷിച്ചിട്ട് പെരുമാറുക, ഈ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ. അത് എന്നെ അറിയുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ പക്ഷെ ഒരേ ഒരു വ്യക്തിയോട് എനിക്ക് മനസ്സിന്ന് അത് അവരോടുള്ള ദേഷ്യമല്ല, മനസ്സിൽ ഭയങ്കര സങ്കടം. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ലേ, ഈ ഗർഭിണിയായിരിക്കുന്ന മാനിനെ പിടിച്ച സമയത്ത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് സിംഹം ആക്രമിച്ച സമയത്ത് ആ മാൻ ഗർഭിണിയാണ് എന്ന് കാണുമ്പോൾ വെറുതെ വിടുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ മൃഗങ്ങൾക്ക് പോലും ഒരു ജീവി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിനോടൊരു എന്തോ ഒരു കനിവാണ്, ഒരു ദയുള്ള ഒരു അവസ്ഥയാണ് വേണ്ടത് ശരിക്കും. അപ്പൊ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് വിചാരിക്കേണ്ട ആളുകൾ പോലും എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതിപ്പോ സ്ത്രീ ഓൺലി ലേഡീസ് ഓൺലി ചാനലായി മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന കുറച്ച് ആണുങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം പരാമർശിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇക്കാര്യം മാത്രമാണ് ഇങ്ങനെ, ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വ്യക്തി എന്നോട് ആ ഒരു പ്രഗ്നൻസി ടൈമില് ഒരു ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല നിന്നത്. എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ജീവിതത്തില് എന്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി പോലെയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗർഭപാത്രം 2 അറകളായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ്, എനിക്കൊരു പരസഹായം അല്ലാണ്ട് എണീക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, റൂമിൽ വെളിച്ചം പോലും കാണാൻ പറ്റാണ്ട് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കണ്ണ് കെട്ടിയിട്ടിട്ടൊക്കെയാണ് വണ്ടിയിൽ ഇരിക്കുക. അത്ര പോലും ശേഷി ഇല്ലായിരുന്നു, ഈ വെളിച്ചം കാണാനുള്ള ശക്തി പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു അത്രയും ഒരു അവസ്ഥയിൽ എന്നെ കാണുന്ന സമയത്ത് ആരെങ്കിലും വന്ന് കണ്ടുപോയാൽ കണ്ണ് നിറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള എന്നോട് അത്രയും ഒരു വല്ലാത്തൊരു രീതിയിൽ പെരുമാറിയ സമയത്ത് എനിക്കത് മനസ്സിന് താങ്ങാൻ പറ്റില്ല. പ്രസവിച്ചവർക്ക് അറിയായിരിക്കും, ഈ നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പം നമ്മളെ സ്നേഹിച്ചവരെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നവരെ നമുക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും. ആ ഒരു ടൈമില് നമ്മളെ കെയർ ചെയ്യുന്നവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ടൈമില് നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞേ, ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നും. അപ്പോ പിന്നീട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ വ്യക്തിനെ കാണുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് കാണുന്ന സമയത്ത് ഞാൻ ആകെ ഇങ്ങനെ വേർത്ത് കുളിക്കുക, എനിക്ക് തീരെ പറ്റുന്നില്ല. എന്നുവെച്ചാ അവര് എന്നെ നോക്കുന്ന നോട്ടം പോലും അത്തരത്തിലാണ് കേട്ടോ. ഒരു എന്തുകൊണ്ടാണ് അതിനൊക്കെ കാരണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാതെ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത്, അല്ലെ എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ എനിക്ക് ആ ഒരു മനോഭാവം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങനെ പിടിച്ചു കിടന്നത് പോലെ. എന്നിട്ട് അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഒരു 6 മാസക്കാലം
എനിക്ക് ഇതെന്നെ മനസ്സിൽ കേട്ടോ, എന്റെ മനസ്സിൽ ഇത് കിടന്നിട്ട് ഇങ്ങനെ പൊളയുന്ന പോലെ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുക. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അത് തന്നത് ആ ഒരാള്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുക, എന്തിനാ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല ആ സമയത്ത്, വെറും ദുഃഖം മാത്രം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിലുടനീളം ഞാൻ അത്രയും ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയത് ആ ഒരു 6 മാസക്കാലാണ് കേട്ടോ. പ്രസവിച്ച ആ ഒരു 6 മാസക്കാലം എനിക്കിത് മനസ്സിൽ കിടന്നിട്ട് ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. എനിക്ക് ഒരു സന്തോഷം തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്ക് വാവ വന്നത് ആലോചിക്കുമ്പോൾ മാത്രം സന്തോഷം കേട്ടോ. അയ്യോ എനിക്ക് കുഞ്ഞിനെ കിട്ടിയല്ലോ, ഒരു കുഴപ്പവും കൂടാണ്ട് ഞാൻ പ്രസവിച്ചല്ലോ ഈശ്വര എന്നുള്ള ഒരു നന്ദി ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ ആ ഒരു കുഞ്ഞിന്റെ ഇതിൽ ആസ്വദിക്കാനോ അല്ലെ ആ നിമിഷങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യാ, അതൊന്നും എനിക്ക് പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ അറിയാം ഞാൻ പറയുന്ന ഇതൊന്നല്ല ഞാനിപ്പോ പറയേണ്ടതെന്ന് എനിക്ക് അറിയെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ വിലപിച്ചോണ്ടിരിക്കുക. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അറിയാതെ ഞാൻ ഇങ്ങനെ വിലപിച്ചോണ്ടേയിരിക്കുക. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഫാമിലി മൊത്തം സ്പ്രെഡ് ആവുകയാണ്. പിന്നെ എന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ദേഷ്യമാണോ വീർപ്പുമുട്ടലാണോ അത് സങ്കടമാണോ, സങ്കടം അത് രൂപമാറ്റം വന്നിട്ട് ഒരു ദേഷ്യത്തിലേക്ക് എത്തിയ പോലെയൊക്കെ പറയുമല്ലോ. എനിക്ക് കാണണ്ട ഈ വ്യക്തിയെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അങ്ങ് തീരുമാനിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് അത്രയും വന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുമ്പോ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു ആ വീടിന്റെ അന്തരീക്ഷം മാറി, മൊത്തം മാറി. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടോ, എനിക്ക് എവിടെയാണ് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത്? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും പോസിറ്റീവ് കണ്ടെത്തുന്ന ആളാണ്, മറ്റുള്ളവർക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ പറ്റി, എനിക്ക് എവിടെയാ പിഴവ് പറ്റിയതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അവസ്ഥ എനിക്ക് തുടരാൻ പറ്റില്ല. കാരണം അത് എന്റെ വാവേനെ ബാധിക്കും, മൂത്ത കുഞ്ഞിനെ ബാധിക്കും, ഏട്ടനെ ബാധിക്കും. ഏട്ടന് പിന്നീട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാണ്ടായി മാറും. കാരണം എന്റെ മുഖം കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ വീർത്ത് കെട്ടി സങ്കടപ്പെട്ട് എന്ത് ചെയ്തിട്ടും സന്തോഷമില്ല. എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ആ രീതിക്ക് ഞാൻ മാറിയപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചതാണ്, എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയത്, എന്തിനാണ് ഞാൻ ഇത്രയും. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളില് ഞാൻ അറിയാതെ കൊണ്ടു നടക്കുന്ന ഒരു റിവഞ്ച് ആണോ അത്, എനിക്ക് കറക്റ്റ് അറിയില്ല ആ ഫീലിങ്സ് എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചറിയാ, എന്റെ ഉള്ളില് ഞാൻ ഒരാളോട് ഇങ്ങനെ മനസ്സ് വീർപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് സ്വസ്ഥത ഇല്ലാത്തത്. ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. അവരോടുള്ള ആ ഒരു മനോഭാവം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നിടത്തോളം കാലം എനിക്കിനി സന്തോഷിക്കാൻ പറ്റൂല എന്ന് ഞാൻ തിരിച്ചറിയാണ് കേട്ടോ. അപ്പൊ തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇല്ല എനിക്കിതിങ്ങനെ വേണ്ട. എന്നുവെച്ചാൽ ഞാനാണ് നശിക്കുന്നത്. എന്റെ ഈ ഒരു 6 മാസത്തെ കുഞ്ഞുവാവയുടെ ആ ഒരു നമ്മളിങ്ങനെ ആനന്ദത്തിൽ ആറാടേണ്ട സമയം എന്നൊക്കെ പറയില്ലേ, കുഞ്ഞുവാവയുടെ ഓരോ മാറ്റങ്ങളും കമിഴ്ന്ന് വീഴുന്നത്, മുട്ടിലെഴിയുന്നത്, അതൊക്കെ ആസ്വദിക്കേണ്ടതിന് പകരം ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇതെനിക്ക് തിരിച്ചിനി കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് വേണം, ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫിലെങ്കിലും ഇത്തരം ചിന്തകൾ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഇപ്പൊ ഉള്ള ആൾക്കാരിൽ സന്തോഷം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകണം. അതിന് ഞാൻ എന്ത് വേണം? അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വ്യക്തി എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേക്കാം. അങ്ങനെ ഞാൻ വിട്ടു. പക്ഷെ അതങ്ങനെ പോകുന്നില്ല കേട്ടോ, അങ്ങനെ അങ്ങ് പോകുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇവരോട് ഞാൻ ഈ കാണിക്കുന്ന ഒരു വ്യത്യസ്ത മനോഭാവം ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ എന്റെ, അത് മാറ്റാതെ ഇത് നേരെ പോവില്ല. അപ്പൊ ഞാൻ ആലോചിക്കാണ്, എന്നാലും ഞാൻ എങ്ങനെയാണ് അവരോട് ക്ഷമിക്കുക? അങ്ങനത്തെ കാര്യങ്ങളാണോ അവർ ചെയ്തത്? അവരോട് ഞാൻ ക്ഷമിക്കാൻ പാടുണ്ടോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഇതിട്ട് ഇങ്ങനെ വിശകലനം ചെയ്യാട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാന് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് ക്ഷമിക്കുന്നത്. അവരോട് പഴയ രീതിയിൽ സംസാരിക്കുന്നത് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പൊ മുതൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ഇതെനിക്ക് മനസ്സിലായി. പിന്നീട് അവർ എന്ത് ചെയ്താലും അത് വിട്ടേക്കാം. ആ ഒരു ഗർഭിണിയായിരുന്ന കാലത്തുള്ള കാര്യല്ലേ, അത് അവിടെ വിട്ടേക്കാം. അത് അവര് ചെയ്ത കർമ്മമാണ്, അതിന്റെ ഫലം അവരെന്നെ അനുഭവിക്കട്ടെ, എനിക്ക് വേണ്ട. ഞാൻ ഇവരോട് തിരിച്ചിത് കാണിക്കുന്ന സമയത്ത് ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത പോലെ, ഞാനും ഉള്ളിൽ എന്തൊക്കെയോ ഞാനിങ്ങനെ ഏട്ടനോട് പറയൂട്ടോ, ഏട്ടാ എനിക്കിങ്ങനെ ഇഷ്ടമില്ലാത്ത ചിന്തകൾ വരുന്നു, എന്റെ മനസ്സിങ്ങനെ കളങ്കപ്പെടുന്ന പോലെ, എന്തോ അഴുക്ക് ചാല് നിറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഒഴിവാക്കണം, എന്റെ മനസ്സിനെ എടുത്ത് കളയണം. അപ്പോ നമ്മളായിട്ട് ആ വെറുപ്പ് ഇങ്ങനെ എടുത്തു കളയാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ പറഞ്ഞ ആളോട് അവര് പിന്നീട് വരുന്ന സമയത്ത് അവരെന്നെ നോക്കൂല കേട്ടോ, വെച്ചിട്ട് ഇരിക്കുന്ന ആളാ. അപ്പോ ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങി, അങ്ങോട്ടേക്ക് കേട്ടോ, എന്നോട് ഇങ്ങോട്ട് പറയാതെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങി. അത് അവരെങ്ങനെ വേണേ എടുത്തോട്ടെ, നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ, അപ്പൊ നമ്മളിത് ചെയ്തേ പറ്റൂ. അപ്പോ ഇവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ഒന്ന് പറഞ്ഞു, രണ്ടെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞു
പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയി. കാരണം കൂടുതൽ ഇടപെടുന്നില്ല, പക്ഷെ കാണുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് വന്നപ്പോ തന്നെ ഞാൻ റിലാക്സ് ആയി, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ റിലീസായി, ഫ്രീ ആയി. എന്റെ ഒരു ഭാരം അങ്ങോട്ട് കുറഞ്ഞതുപോലെ കേട്ടോ. എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ ഫ്രീ ആയതുപോലെ. അപ്പോ ഇവരോടുള്ള ആ ഒരു സംസാര രീതിയൊക്കെ മാറ്റി 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 പിന്നീട് അവരായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് മാറിയപ്പോഴാണ് എന്റെ ലൈഫ് വീണ്ടും നല്ല സുഖത്തില് പഴയ സൈക്കിള് പോലെ നല്ല രീതിയിൽ മുന്നോട്ട് ഓടാം, സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം ആസ്വദിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങിയത് അന്നേരം. കാരണം നമ്മളിപ്പോ ഒരാളോട് മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് വെക്കാണ്, ഒരു അനിഷ്ടം വെക്കാണ്, നമുക്കറിയാം നമ്മളെ സന്തോഷം അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മളും കൂടി അവരോട് അങ്ങോട്ട് കട്ടീസായി, അതായത് പിണങ്ങി അല്ലെങ്കിൽ മിണ്ടാതായി എന്ന് വിചാരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴും ഇല്ലേ, അത് അവരെ കാണട്ടെ, ഞാൻ ഇങ്ങനെ ഹാപ്പി ആണെന്ന് അവര് കാണട്ടെ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും നിങ്ങളെ ഉള്ളില് ആ സന്തോഷത്തെ പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് പറ്റൂല. നിങ്ങളെ മനസ്സിൽ അവര് കാണുന്നേരം ഇതാണ് വിചാരിക്കാന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അതായത് ഞാൻ എന്റെ ഈ സന്തോഷം കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല, അല്ലെ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കൂല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷം പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, അത് ഉറപ്പാട്ടോ. നിങ്ങൾ വെറുതെ വിചാരിക്കുക ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ വെറുതെ വിചാരിക്കുക. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ പരമാവധി ആളുകളോട് ഇങ്ങോട്ട് അവർ എന്തോ ചെയ്തോട്ടെ, പക്ഷെ അങ്ങോട്ടേക്ക് നമ്മൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിനെടുത്ത് അങ്ങോട്ട് കളയാം, അപ്പോഴാണ് കളയാൻ പറ്റുള്ളൂ. ഫോർഗിവ്നെസ് എന്ന് പറയല്ലോ, അതായത് ക്ഷമിക്കാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് അവരോടല്ല ക്ഷമിക്കുന്നത്, നമ്മളോടുള്ള സ്നേഹമാണ് അത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ അവരോട് ക്ഷമിച്ചാൽ എന്താ ചെയ്യാ, അവരിപ്പോ വിചാരിക്കില്ല അവര് ചെയ്തതാ ശരിയെന്ന്, അപ്പൊ ഞാൻ ചെയ്തൊക്കെ തെറ്റ് തന്നെയാണെന്നല്ലേ സമർത്ഥിക്കുക. ആയിക്കോട്ടെ, അത് അവര് സമർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് നിങ്ങളടുത്ത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷെ നിങ്ങൾ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെ മനസ്സ് ചത്ത്, അതോടുകൂടി നിങ്ങളെ ശരീരം ഇങ്ങനെ വേവലാതിപ്പെട്ട് അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ആണ് നിങ്ങളെ ബോഡി മൊത്തവും വരിക. നിങ്ങൾക്ക് പ്രായാധിക്യം പെട്ടെന്ന് വരും. അതായത് ഇവരോടുള്ള ആ ഒരു മനോഭാവം നിങ്ങളെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാവും, നിങ്ങൾക്ക് സൗന്ദര്യം നഷ്ടപ്പെടും, നിങ്ങളെ ഉറക്കം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, നിങ്ങളെ ശരീരത്തിന്റെ നല്ല പ്രവർത്തനം ഉണ്ടല്ലോ ഓരോ അവയവത്തിന്റെയും, ഇതൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾ ആകെ മൊത്തത്തില് താഴോട്ടാണ് നിങ്ങളെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുക. അതേസമയം നിങ്ങൾ എന്തോ ചെയ്തോട്ടെ, ആ വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങളെ ഗ്രാഫ് പിന്നീട് നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നും. കാരണം എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു എന്ന്. അത് നിങ്ങൾ ആ ക്ഷമ അവരോട് പോയിട്ട് പറയണമെന്നില്ല. നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് അവരെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെയർ ഇട്ടിട്ട് ഫ്രണ്ടിൽ ഒരു ഒഴിഞ്ഞ ചെയർ വെക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കാം, എനിക്ക് നിങ്ങൾ ചെയ്തതൊന്നും കുഴപ്പമില്ലാന്നോ, അല്ലെങ്കിൽ നമ്മളൊന്നും മനസ്സ് തുറന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നങ്ങളാ. പക്ഷെ ഈഗോയുടെ പ്രശ്നം കാരണം നമുക്ക് അവരോട് പോയി സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എന്റെ മുന്നിൽ ഇപ്പൊ അവരുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ ചെയ്തത് വളരെ വിഷമായിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എന്തിനാണ് ഇങ്ങനെ പകയും വിദ്വേഷവും വെക്കുന്നത്, തൊട്ടടുത്ത നിമിഷം ആരാ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് വിടുകയാണ്, ഇനി അങ്ങോട്ടേക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കാം, എനിക്ക് നിങ്ങളോട് ഒരു വിരോധമില്ല, എനിക്ക് നിങ്ങളോട് ഒരു പരിഭവവും ഇല്ല, നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ ഞാൻ വെക്കുന്നില്ല, അതെല്ലാം ഞാൻ ഒഴിവാക്കിന്ന് ഒരു തവണയെങ്കിലും മിനിമം നിങ്ങൾ സ്വയം ഒന്ന് ബാത്റൂമിൽ നിന്നിട്ടാണെങ്കിൽ പോലും ആരും കേൾക്കുന്നതാണല്ലോ നിങ്ങൾക്ക് ഈഗോ പ്രശ്നം. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അതൊന്ന് വെറുതെ അങ്ങനെ പറയാം, ആ പറയുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു സുഖം കിട്ടും. ഇത് ആ വ്യക്തി അറിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം കേട്ടോ. നിങ്ങൾ സ്വന്തം നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത് ഇവരോട് ഇങ്ങനെ പറയാം, നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു പരിഭവവും ഇല്ല, എനിക്ക് നിങ്ങളോട് ഒരു വിദ്വേഷമില്ല, എന്നിട്ട് ഒന്ന് സ്മൈൽ ചെയ്യുക, ഒന്ന് ചിരിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ പിരിയുന്ന പോലെ എണീറ്റ് പോവാ. എന്നിട്ട് നമുക്കിപ്പോ ചില ആളുകൾ ഇത് എല്ലാവരുടെ കാര്യത്തിലും വർക്കൗട്ട് ആവുമെന്ന്, പലർക്കും പല എക്സ്പീരിയൻസ് ഇപ്പം മനസ്സിൽ വന്നിട്ടുണ്ടാവും, പലരും ചെയ്ത കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ മനസ്സിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ടാവും. അതിൽ എനിക്ക് തോന്നിയൊരു ചോദ്യം ഞാൻ പറയാം. ചില ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ ഇവരോട് എത്രത്തോളം നല്ലോണം നിൽക്കുന്നോ അത്രത്തോളം അവർ നമ്മളെ ഊറ്റിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരോട് എങ്ങനെ നിൽക്കണം, നമുക്ക് കിട്ടുന്ന ബാഡ് ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസും ഇല്ലേ, നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാക്കി എടുത്തിട്ട് ഈ വ്യക്തി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചൂടെ. ഒരാളെ ഞാൻ വിശ്വസിച്ച് കൂടെ ചേർത്തിട്ട് ഒരു തവണ എനിക്ക് മനസ്സിലാവാണ് ഇന്ന വ്യക്തി ഈ സ്വഭാവക്കാരാണ്, അപ്പൊ അത് നമ്മളെ മനസ്സിലുണ്ടാവണം, ഇവരിങ്ങനെയാണ്, ഇവർക്ക് ഞാൻ എന്റെ ടൈം എത്രമാത്രം കൊടുക്കണം, ഇവരോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഇവർക്ക് കിട്ടേണ്ട പ്രയോറിറ്റി എന്റെ ജീവിതത്തിൽ എത്രത്തോളാണ്, ഏത് സ്ഥാനത്ത് ഞാൻ ഇവരെ നിർത്തണമെന്ന് നിങ്ങൾ മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്
ഇവരെങ്ങനെയാണ് ഇപ്പൊ എന്താ, ഞാൻ ആ പറഞ്ഞ വ്യക്തിയായിട്ട് ഒരു പ്രശ്നമില്ല, അവർക്ക് ഞാനും ഒരു പ്രശ്നമല്ല, ഞാൻ അവർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കാണുമ്പോൾ മിണ്ടും, സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യും, അത്രയേ ഉള്ളൂ, അത്രയും മതി. നിങ്ങളെ വിലപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും ഇവരെ ഇടപെടുത്തി അതിലേക്കൊക്കെ അഭിപ്രായങ്ങൾ എടുത്ത് അങ്ങനെ ആവുമ്പോഴാണ് പ്രശ്നം വരിക. വീണ്ടും നിങ്ങൾക്ക് സമാധാനക്കേട് ഉണ്ടാവും. അതേസമയം ഇയാൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോരോ ബൗണ്ടറി സെറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. എന്റെ ലൈഫിലേക്ക് ആര് വന്നാലും അവരൊക്കെ വിചാരം ഞാൻ അവരുടെ ഒക്കെ സ്വന്തമാണ് എന്നാ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ബൗണ്ടറി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വ്യക്തിനെ ഇവിടെ, പക്ഷെ നമ്മളെ മനസ്സിൽ ഭാരമില്ല, അവരെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാം. നമ്മള് അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ഫ്ലാറ്റിലായാലും, ഫ്ലാറ്റിലൊന്നും അത്ര പ്രശ്നമില്ല, നാട്ടും പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില സ്ഥലങ്ങളില് നമ്മൾ ടി വിയിലൊക്കെ കാണൂലേ, സിനിമയില്, അതേപോലെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ തൊട്ട് അയൽവാസി നമ്മളോട് മിണ്ടൂല, അവരുമായിട്ട് കോമ്പി ചെയ്യും. അപ്പൊ നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് ജീവിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇവരിങ്ങനെ നമ്മളെ മനസ്സിൽ എവിടെയോ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പുകമറ പോലെ ഇങ്ങനെ കളിക്കും. നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ഗസ്റ്റ് വരണം, നമ്മൾ സന്തോഷം വാ ഇരിക്കൂ എന്നൊക്കെ പറയും, അപ്പൊ ഒരു നോട്ടം അങ്ങോട്ട്, അതും അവര് കാണാതെ ആയിരിക്കും. അവര് നോക്കുന്നുണ്ടോ, അവര് നമ്മളെ ജീവിത രീതി കാണുന്നുണ്ടോ, അവര് നമ്മളെ നോക്കുന്നുണ്ടോ, അവരെന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു, അങ്ങനെ ഒരു എന്താ പറയാ പരസ്പരം മിണ്ടാതെ എപ്പോഴും നമുക്കൊരു ബോധം നമ്മൾ പോലും അറിയാതെ അവിടെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിക്കൂടാ, ഇവിടെ നമ്മൾ മിണ്ടാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പൊ എവിടെയോ ഒരു ബ്ലോക്ക് വന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് മുറ്റത്തുനിന്ന് ഒരു പാട്ട് പാടണമെങ്കിൽ നമ്മൾ അവിടെ അവരുണ്ടെങ്കിൽ പാടൂല, അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ലേ. അതേസമയം നമ്മൾ അവരോട് പോയിട്ട് അവരെ കാണുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും പറഞ്ഞൊന്ന് മിണ്ടിക്കഴിഞ്ഞാല് ആ സമയത്ത് തൽക്കാല നേരത്ത് അവരും വിചാരിക്കും, ഓ എന്നോട് ഞാൻ മിണ്ടാത്തയാണല്ലോ, പിന്നെ എന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളറിയാം എന്തിനാ അങ്ങനെ ജീവിക്കുന്നേ എന്നൊരു പറച്ചില് ഒതുങ്ങുന്ന പ്രശ്നങ്ങളായിരിക്കും. എല്ലാം അല്ല കേട്ടോ, എല്ലാ പ്രശ്നങ്ങളും അല്ല, മിക്ക പ്രശ്നങ്ങളും ചിലപ്പോ ഒന്ന് അങ്ങോട്ട് നോക്കിപ്പോയി, അല്ലെ ഇങ്ങനെ ആക്കിപ്പോയി, അല്ലെ അവരോട് അതെന്ത് പറഞ്ഞു, തെറ്റിദ്ധാരണയുടെ പേരിൽ മിണ്ടാതിക്ക, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവരോട് നമ്മൾ ജസ്റ്റ് ആരെങ്കിലും ഒരാളൊന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അവരെന്റെ അടുത്ത് വന്ന് സംസാരിക്കട്ടെ, എന്നാ ഞാൻ റെഡിയാണ് എന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് അവരോട് മിണ്ടുന്നത്, അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല, അവരോട് തോറ്റു കൊടുക്കലല്ല അത്. അപ്പൊ നമ്മൾ അവരോട് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പിറ്റേന്ന് തൊട്ട് മുന്നോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു നോട്ടം അവിടേക്കും ഒരു നോട്ടം ഇവിടേക്കും ഒക്കെ ഒരു സന്തോഷത്തോടെയാണ് നോക്കുക അല്ലെ. അല്ലാതെ ഒരു മിണ്ടാതെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് ഇരിക്കാം. അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിയിരിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം പിണക്കങ്ങള് പറഞ്ഞു തീർക്കുക. നമ്മൾ തോറ്റു കൊടുക്കാന്ന് അവർക്ക് തോന്നിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ നമ്മളാണ് ജയിക്കുന്നത്, നമ്മളെ ജീവിതമാണ് പുരോഗമിച്ച് മുന്നോട്ട് മേലോട്ട് കയറി പോകുന്നത്. ആ ചിന്തയും കൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പുകഞ്ഞ് ക്യാൻസർ ബാധിച്ച പോലെ നിങ്ങളെ ശരീരത്തിന് അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ കരിയറിനെ ബാധിക്കും, നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്നിടത്തോളം അവർക്ക് മാപ്പ് കൊടുക്കുക, മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുക. ഒരാളെ പ്രശ്നവും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. ചില ആളുകളോട് നമ്മൾക്കിപ്പം ഭയങ്കര പകയായിരിക്കും, അവരെ എന്നോട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ നശിക്കണം എന്ന് ആഗ്രഹിക്കുക, എന്നെ എങ്ങനെ വിഷമിപ്പിച്ച ഒരാള്, എനിക്ക് ഈ കുട്ടി നശിക്കണം, ഇവരിങ്ങനെ ആവണം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ കുട്ടി നശിക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നശിക്കുകയാണോ ചെയ്യുക? നമ്മളെ ഉള്ളിലല്ലേ ഇതിങ്ങനെ വീർത്തിരിക്കുന്നത്. നമ്മളെ ശരീരം, നമ്മളെ ഉറക്കം, നമ്മളെ സന്തോഷം, ഇതൊക്കെയല്ലേ നഷ്ടപ്പെടുന്നത്. അപ്പുറത്തെ വ്യക്തി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും, അവർക്ക് ഇതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ഒരു തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരാള് ഒരു തെറ്റ് ചെയ്തു, പക്ഷെ ആ ചെയ്ത തെറ്റില് ഒരു തരി പോലും ഇവർക്ക് കുറ്റബോധമില്ല എന്ന് വിചാരിക്കും, പിന്നെ എങ്ങനെയാണ് അവർക്ക് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ബൂമറാങ്ക് മാതിരി അത് കിട്ടുക? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, എനിക്കതിലൊരു കുറ്റബോധം ഇല്ല, പിന്നെ എന്ന മൈൻഡ് ആണെങ്കിൽ പിന്നെ അവരെ നോക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അവരെ പാട്ടിന് പൊയ്ക്കോട്ടെ. നിങ്ങളെ ജീവിതം നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കുക. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കുക. ഞാൻ ആരോടെങ്കിലും ഒരു മനസ്സിലൊരു വിഷമം വിചാരിച്ചിട്ട്, ആരെങ്കിലും എന്നെ വിഷമിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരുടെയെങ്കിലും കാര്യം ആലോചിച്ച് വേദനിച്ചിട്ട് എന്റെ എത്ര നല്ല സമയം കളഞ്ഞു എന്ന് ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. എത്ര കാലം അല്ലെ എത്ര നിമിഷം ഞാൻ എന്റെ ജീവിതത്തിൽ വേസ്റ്റ് ആക്കി. അത് കാരണം നിങ്ങൾക്ക് ഉണ്ടായ നെഗറ്റീവായ അനുഭവങ്ങൾ ആലോചിച്ച് നോക്കുക. അതേസമയം നിങ്ങൾ ചിന്തിക്കുക, മറുഭാഗത്ത് നിങ്ങൾ ആരെ കുറിച്ചാണോ മനസ്സിൽ വേവലാതിപ്പെട്ടത് ആ വ്യക്തി ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവര് ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? അവര് പിന്നെ വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ?
അവരിത് ചെയ്ത തെറ്റിനെ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ അവരേതെങ്കിലും രീതിയിൽ ഇതേക്കുറിച്ച് ഇതായിട്ട് അവരുടെ ജീവിതം എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഉണ്ടാവില്ല. അവരിങ്ങനെ പോകുന്നുണ്ടാവും, നിങ്ങൾ അങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കും. അത്രയും ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ. നമ്മള് ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു നെഗറ്റീവ് ചിന്ത നമ്മളെ മനസ്സിൽ വെക്കുമ്പോ അത് തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. മനസ്സിലായില്ലേ? ഈ ആർത്തവത്തിന്റെ സമയത്ത് ശപിച്ചാൽ ഏൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കമന്റ്സിൽ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ആർത്തവത്തിന്റെ സമയത്ത് നമ്മൾ ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ അത് ഫലിക്കും. സത്യമായിരിക്കും. കാരണം അത്രയ്ക്കും പ്രപഞ്ചശക്തി നമ്മളെ കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. പക്ഷേ അത് തൊട്ടടുത്ത ഇതിൽ തന്നെ അതിന്റെ ഡബിൾ നമുക്ക് കിട്ടും. ഉറപ്പാണ് കേട്ടോ. ആരെയും ശപിക്കരുത്. നമ്മൾ ആരെയാണോ ശപിക്കുന്നത് അത് അവർക്ക് കിട്ടി അവരനുഭവിക്കുന്നത് നമ്മൾ കാണും. അപ്പൊ നമ്മളായിരിക്കും, ഓ എന്റെ കൂടെ ദൈവം ഉണ്ടല്ലോ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, ഞാൻ അവരെ ശപിച്ച സമയത്ത് അവർക്ക് അത് ഏറ്റല്ലോ, ചിലപ്പോ തെങ്ങുമെന്ന് വീഴോ അല്ലെ തലേ തേങ്ങ വീഴോ എന്താ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ, ഓ എന്റെ പ്രാർത്ഥന കേട്ടതാണ്, അത്രയ്ക്ക് ഞാൻ വേദനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതിന്റെ ഒരു പലിശ സഹിതം നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിക്കോണം. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ മനസ്സിൽ വിചാരിക്കാണ്, ഓഹോ നീ എന്നോട് അങ്ങനെ കാട്ടിയല്ലേ, ശരിയാക്കി തരാം, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്ന് വിചാരിച്ച്, ഭഗവാനേ അവർക്ക് ഇങ്ങനെ കിട്ടട്ടെ, ഈശ്വരാ ഇങ്ങനെ കിട്ടട്ടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നെയാണ് എല്ലാം കിട്ടുന്നത്. ഇത് കിട്ടണോ, കിടക്കട്ടെ, ശരി അവരെ തലയിൽ തേങ്ങ വീഴണോ, വീഴട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ണാടിയാണ്. നമുക്കിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഒരു നിന്നിട്ട് കാലും കൈയും കഴിക്കുന്നത്. നമ്മൾ ഇരുന്നിട്ടല്ലേ വീഡിയോസ് എടുക്കാറ്, ഇന്ന് ഞാൻ നിന്നിട്ട് എടുക്കാം, മോളുള്ളത് കാരണം കേട്ടോ, സോറിയേ. എന്താ പറഞ്ഞേ? അപ്പൊ നമ്മള് എന്താണോ ചിന്തിക്കുന്നത് അതാണ് സംഭവിക്കുക. ഞാന് ആ ഒരാളോട് അത്രയും മാനസികമായിട്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരുന്ന സമയത്ത് ആരാ വെന്തത്? ആർക്കാ ആ പൊള്ളലേറ്റത്? എനിക്ക് തന്നെയല്ലേ, ഞാൻ തന്നെയല്ലേ. അവർക്കും ആ സമയത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് മീൻസ് എനിക്ക് എന്റെ സന്തോഷമൊക്കെ പോയില്ലേ, പിന്നെന്താണ്, എന്റെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങളൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു ഞാൻ. അപ്പോ ആ ഒരു 6 മാസം ഞാൻ വേസ്റ്റ് ആക്കി. അപ്പൊ ഇനി നടക്കൂല. അപ്പൊ എന്താ, ഇനി നമ്മളോട് ആരും ഇങ്ങോട്ടേക്ക് എങ്ങനെ നിന്നാലും കുഴപ്പമില്ല. നമ്മളെന്താണ്, നമ്മളോട് ഇപ്പൊ ഒരാള് ഇനി നാളെ മുതൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പലരും പല വിധത്തിലായിരിക്കും പെരുമാറാം. പക്ഷെ ആരെങ്ങനെ പെരുമാറിയാലും നമ്മളിങ്ങനെ ഉണ്ടാവും. നമുക്ക് ഉള്ളിലൊരു ചിന്ത വേണം, നമ്മൾ ഇവരെ പോലെ ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഒന്നുമല്ല. നമ്മളെ മനസ്സിൽ പോസിറ്റീവ് തിങ്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അലാറം അടിയുന്ന പോലെ പറയണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരികയാണ്, അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഈശ്വര ഇത് എനിക്ക് തന്നെയാണല്ലോ കിട്ടുന്നത്. അതായത് നമ്മൾ നമ്മളെ തന്നെ അടിക്കുകയാണ് അല്ലെങ്കിൽ മലർന്നു കിടന്ന് തുപ്പാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണം. ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം നിങ്ങളെ മനസ്സിൽ വരുമ്പോൾ ചിന്തിക്കുക, ഇത് എനിക്ക് തന്നെ കിട്ടും, വേണ്ട, എനിക്ക് തന്നെ പണിയാവും, അതുകൊണ്ട് വേണ്ട. ഈ ഒരു ചിന്ത ഉണ്ടല്ലോ, ഈ ഒരു ഓർമ്മ നിങ്ങളെ മനസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് എപ്പം എന്ത് കാണുമ്പോഴും ഒരു നെഗറ്റീവ് വന്നാൽ അപ്പം ചിന്തിക്കാം, അയ്യോ വേണ്ട വേണ്ട വേണ്ട, എനിക്കിത് വേണ്ട, നല്ലത് ചിന്തിക്കാം. അതാ പറഞ്ഞേ. ഇനി ഞാന് നാളെ മുതൽ നമ്മൾ ആരോടും ഒരു പരിഭവത്തിനില്ല കേട്ടോ. പക്ഷെ ഇതുവരെ ഉള്ളത് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ചില ആൾക്കാരൊക്കെ കാണുമ്പോഴേക്കും ഓർമ്മയില്ല, ഓ ഇതിനെ എനിക്ക് ഇഷ്ടമല്ലല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ അതന്നെ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ്, അപ്പൊ എനിക്ക് വേണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എല്ലപ്പോഴും ഇങ്ങനെ എഴുതാനാണ് പറയുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ എഴുതുക, ആരോടൊക്കെയാണ് എനിക്ക് പരിഭവം ഉള്ളത്, എനിക്ക് എന്റെ ജീവിതത്തിൽ ആരോടൊക്കെയാണ് പരിഭവം ഉള്ളത്, അത് നിങ്ങളൊന്ന് ലിസ്റ്റ് ഇട്ട് നോക്കൂട്ടോ. ചില ആൾക്ക് നല്ല ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും, ചില ആൾക്ക് ചെറിയ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നമ്മള് പരമാവധി കണ്ടുപിടിക്കുക ആരോടൊക്കെയാണ് നിങ്ങൾക്ക് പരിഭവം ഉള്ളത്. ഇനി നാളെ മുതൽ ഞാൻ ആരോടൊക്കെ ഇതിങ്ങനെ ഒഴിവാക്കും. എല്ലാവരെയും കൂടി ഒരുമിച്ച് ഡിലീറ്റ് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരെങ്കിലുമൊക്കെ ഓരോരുത്തരെയായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാളെ സെലക്ട് ചെയ്യാം, ഇന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ്, നാളെ അല്ലെങ്കിൽ ഈ അടുത്ത നിമിഷം മുതൽ ഞാൻ ഇദ്ദേഹത്തോട് നല്ല രീതിയിൽ, നമ്മളില്ലേ അവരോട് പോയി മിണ്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ അവരെ കാണുന്ന സമയത്തുള്ള നമ്മളെ മനസ്സിലുള്ള ആ വെറുപ്പ് മാറ്റി വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മളെ മുഖത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാവും അത്. നമ്മളിപ്പോ ഒരാൾ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തി, ഇത്രയും കാലം ഞാൻ വരുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടോ, വരുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് നമ്മളെ മനസ്സിലുള്ളപ്പോ അവർക്ക് നമ്മളോട് അതേ മനോഭാവമായിരിക്കും. പക്ഷെ നിങ്ങൾ അവര് വരുമ്പോ വിചാരിക്കുക, അവര് വരുന്നുണ്ടല്ലോ, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം മറക്കണേനും എന്ന രീതിയിൽ നിങ്ങൾ അവരെ കാണുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക, അവരെ ഒന്ന് നോക്കുക.
വേറൊന്നും വേണ്ട. നിങ്ങളെ മനസ്സിൽ ദേഷ്യം ഇല്ലാത്ത രീതിയിൽ അവർ ഒരു തവണ നോക്കിയാ പിറ്റേന്നാവുമ്പോഴത്തേക്കും അവരെ മനസ്സിൽ അതിങ്ങനെ അലിഞ്ഞ് ഇല്ലാതാവും. പിന്നെ നിങ്ങൾക്ക് പരസ്പരം കാണുമ്പോൾ പിന്നെ ഒരു ചിരി വരും, പിന്നെ നിങ്ങൾ അങ്ങ് ഫ്രണ്ട്സ് ആവും. പക്ഷെ എന്ന് കരുതി ഭയങ്കര ക്ലോസ് ആവുന്നല്ല, പക്ഷെ ആ ഒരു ഭാരം നിങ്ങൾക്ക് എടുത്തെറിയാൻ പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കുക, ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ. ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ഇത് ഈ ഒരു ദേഷ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ്സിനെ എടുത്ത് കളഞ്ഞാലാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരു കാരണം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്ത്? നമുക്കൊരാളോടുള്ള മനോഭാവം, ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെ മനസ്സിൽ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അത് വളർച്ചയ്ക്ക് തടസ്സമായിട്ട് വിലങ്ങ് തടിയായിട്ട് കിടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ, അത് ഉറപ്പാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ. നമ്മൾ നെഗറ്റീവായിട്ട് കൊണ്ടുനടക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഒരു ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒറ്റൊരു കമന്റ് കണ്ടു, നമ്മളെ വീഡിയോ ഒന്ന് ലെങ്ത് കുറയ്ക്കണം. അതുകൊണ്ട് അടുത്തത് നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്ത നെഗറ്റീവ് കാര്യം എങ്ങനെയാണ് നിങ്ങളെ ഫിൽട്ടർ ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് ഈ ഒരു സംഭവം മാത്രം പ്രാക്ടീസ് ചെയ്യാം. നല്ലതല്ലേ? ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മിണ്ടാൻ പറ്റുന്ന ആളെ സെലക്ട് ചെയ്യാം കേട്ടോ. ഭയങ്കര കൊടും ശത്രുക്കളായിട്ട് ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ നാളെ തന്നെ പോയിട്ട് അത് പോക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതേസമയം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പരിഭവം മനസ്സിലുള്ള ഒരാളോട് അതെടുത്ത് കളഞ്ഞിട്ട് ഒന്ന് ചുമ്മാ കൂളായിട്ട് നിന്ന് അവരെ നോക്കാൻ, അറ്റ്ലീസ്റ്റ് അവരെ ഫേസിൽ നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. 100% ഇതില് ഞാൻ ശരിക്കും ചലഞ്ച് ചെയ്യാം. 100% നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മളെ മനസ്സിന് ആ ഭാരം എടുത്തെറിയുന്നതോടുകൂടി നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവും. അത്രയും സ്പേസിലേക്ക് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കാം, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, നമ്മളെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങൾ ആ സ്പേസിലേക്ക് നിറയ്ക്കാന്നറിയോ. അപ്പൊ അതുപോലെ നമ്മളെ ബാഗിൽ നിന്ന് കുറച്ച് കെട്ട സാധനങ്ങളൊക്കെ എടുത്ത് എറിയാം, അതിലേക്ക് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കാം. അപ്പൊ ഇത് ചെയ്യൂ. അടുത്തത് അടുത്ത വീഡിയോയിൽ ഇടാം, അതല്ലേ നല്ലത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ അടുത്ത വീഡിയോയിലേക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ.